ഹലോ ഗൈസ്, വെൽക്കം ടു യാക്കപ്പിൾ. ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാല് എന്റെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരു ടർഫ് എടുത്തിട്ട് കളിക്കാൻ പോയി. കുട്ടികളും മക്കളും എല്ലാവരും കൂടി നൈറ്റ്. അപ്പോ അത് വരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ അത് നമ്മൾ സാധിപ്പിച്ചു കൊടുത്ത്. ഞാന് ഇറങ്ങില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നിന്നായിരുന്നു. അല്ല, ഇറങ്ങിയിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാറി നിക്കണം വിചാരിച്ച, പക്ഷെ നല്ല വൈബായിരുന്നു. അപ്പൊ കേറി നിക്കൊന്നും ചെയ്തില്ല, കളിച്ച് എല്ലാവരും കളിച്ച്. അതിലൊരു അപകടം എന്റെ വിരലുമ പറ്റിയ എപ്പോഴും വേദന. പക്ഷെ ഒരു കാര്യം പറയാ, ആ കളിയോട് കൂടിയിട്ട് ഫുട്ബോൾ എന്ന സംഭവം ഫാമിലി ആയിക്കോട്ടെ ഇവിടുത്തെ കളി മാക്സിമം നിന്നിക്കാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് എന്റെ മൂക്ക് ഇടിച്ച് പരത്തി ഉള്ള് ചോരക്കളിയായിരുന്നു. ചോര അത്യാവശ്യം ചോര പോയി, നല്ല പെയിനും. ഇവിടെ എപ്പോഴും പെയിനാണ്. പിന്നെ ചോര നമുക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മള് അതൊന്നും എടുത്തില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കുത്തമ്പള്ളി അല്ല, ഇതിലിടാൻ പാടില്ല ചോര. അങ്ങനെ സംഭവം ഉണ്ട്, ബ്ലഡ് ഇതാക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ എന്തായാലും ടർഫ് എന്ന് പറഞ്ഞ സ്വപ്നം അതോടെ ഏകദേശം നിന്ന്. അപ്പൊ എല്ലാവർക്കും പേടിയായി. അപ്പൊ നല്ല അതില് ലാസ്റ്റ് അപകടം ഉണ്ടായി. അപ്പൊ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ചു, എന്തെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ മേത്തേക്ക് തട്ടിയിട്ടൊക്കെ അങ്ങനെ ആയിട്ട് നമ്മൾ പതുക്കെ കളിച്ചിരുന്നത്. പക്ഷെ അപ്പോ എന്തെങ്കിലും പരിക്ക് വരും കുട്ടികളൊക്കെ ഉള്ള കാരണം ഒരു പേടിന്നെ. പക്ഷെ നേരായി എനിക്ക് തന്നെയാണ് കിട്ടിയത് കാര്യമായിട്ട്. ഇത്ര കാലം അതൊന്നും വലിയ അങ്ങനെ കുഴപ്പമില്ലാത്തൊരു സംഭവമായി മാറി. പക്ഷെ ഡാർക്കായിട്ട് എനിക്ക് കിട്ടിയ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞ, ഇത്രയും വർഷമായിട്ട് ഞാൻ 32 വർഷമല്ല, കൊറേ കാലം കളിച്ചതില് പുറത്ത് എവിടെ പോയിട്ട് കളിച്ചിട്ടും എനിക്ക് മഡോണ സിനിമ നടിയാണ് മറഡോണ. അതാണ് അവൾ ഉദ്ദേശിച്ചത്. അങ്ങനെ അങ്ങനത്തെ തള്ളാണ് ഞാൻ നേരത്തെ തള്ളിയെന്നാണ് ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ അതുപോലെ അങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ ബ്ലഡ് ഒന്നും വന്നിട്ട് എനിക്ക് മൂക്കിയൊന്നും പണി കിട്ടിയില്ല. പക്ഷെ ഇത് ഭയങ്കര സീനായി പോയി. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. പേടിച്ച് മൂക്കിന്റെ പാലം തകർന്നതാണ്. ഞാൻ കൊറേയൊക്കെ സഹിച്ചിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി സീനായി, കൊറേ ബ്ലഡ് വന്ന് ഓക്കെ ആയി. ഇപ്പൊ വേദന ഉണ്ട് നല്ലോ, പിന്നെ മെല്ലെ മെല്ലെ മാറുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. മുൻകൂട്ടി പറഞ്ഞതാണ്, അതിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല, കുറച്ച് ഭാഗം കാണിച്ചിട്ടുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാരും വ്ളോഗ് ഫുള്ളായിട്ട് കാണാം. അടിപൊളി വ്ളോഗാണ്. ഒരുപാട് ഞങ്ങളെ നല്ല മുഹൂർത്തങ്ങൾ ഒക്കെ ഉണ്ട്, കോമഡി ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും കാണാം, സപ്പോർട്ട് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മളെ ഫുഡ് അടിക്ക് ശേഷം നമ്മൾ നൈസായിട്ട് ടർഫ് എടുത്തിട്ട് കളിക്കാൻ നിൽക്കാണ് ഫാമിലി ആയിട്ട്. മുന്നേ വരെ പറ്റിച്ചതാണ് കളിക്കുന്നതായിട്ട്. അപ്പൊ ഇപ്രാവശ്യം ശരിക്കും പറ്റിക്കുന്നില്ല. അപ്പൊ നമ്മള് വീണ്ടും ഒരു കളി കളിക്കാൻ പോവാണ്. താത്ത ആ കളിയിലുണ്ട്, വണ്ടിയിലുണ്ട്. രക്ഷിതാക്കള്. അപ്പൊ എന്തായാലും ഞങ്ങള് ഇറങ്ങട്ടെ ഗൈസ്. ധീരതയോടുകൂടി ഞങ്ങൾ ഗേൾസ് ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവരേറ്റൊക്കെ മുട്ടാന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ധൈര്യം തന്നെയാണ് അല്ലേ. പക്ഷെ ഞങ്ങള് കളിക്കും അത്രേ ഉള്ളൂ. ഇവർക്കൊക്കെ പേടിയാണ് നമ്മളായിട്ട് കളിക്കാന്, ഭയങ്കര പേടിയുണ്ട്. ആഷിമിന്റെ ഒക്കെ മുഖം കണ്ടന്നെ അറിയാ. ചെറിയ മക്കള് വരെ ഉണ്ട്. ഫൗമ ഹിബൊക്കെയാണ് മെയിന്. ഹിബൊക്കെ അവിടെ കളി തുടങ്ങിയിരിക്കണ്. പിന്നെ ഫിറു. അതെ ഇതൊന്നും പറ്റില്ല. മറ്റേ എന്താ പറയാ, ടീംസ് വന്നിട്ടുണ്ട്. ആ ടീഷർട്ടും തൊഴിലുറപ്പുണ്ട്. അതന്നെ സെയിം അതെ തീർച്ചയായും. കുടുംബശ്രീ അത് എല്ലാ രീതിയിലും നോനിയാണെങ്കിലും ഒക്കെ തീർച്ചയായും. ഇപ്പോൾ സീരിയസ് ആണ്, ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല, സീനാണ്. യോജിപ്പല്ല. അപ്പൊ എങ്ങെന്തായാലും 2 ടീം വന്നിട്ട് കളടങ്ങാൻ പോവാണ്. നിക്ക് ടീമിക്ക് ഗൈസ്. ഞങ്ങളെ തോപ്പ് ഫസ്റ്റ് ടച്ച് ചെയ്യാൻ പോവാണ്. അടിക്ക് കാല്. അല്ലാ പെരും കോമഡി. ഒന്നൂടെ ഇനി വെച്ചോ. അതാ അടിക്കില്ല. വെച്ചോടുക്ക്. അടിക്കട്ടെ. അടിക്ക്.
ഇതാവല്ലട്ടാ വിരലൊരു കുത്തലട്ടോ വിരലൊരു കുത്തലേ സൈഡായിട്ട് ആ അപ്പൊ എന്നാ ടീം ആ എന്നാ മിച്ചടിക്ക് വേഗം അതെ എടാ വിരലൊരു കുത്തല്ല പറയും അല്ലോ വിരലാണ് ഗൈസ് അവിടെ അവര് ടീം സെറ്റ് ആക്കാണ് ഞങ്ങള് സെറ്റ് ടീം ആക്കാണ് ഇവിടെ എല്ലാരും എതിരാണ് ഇതുമൊക്കെ ഞങ്ങളെ എതിരാണ് ആഷിമിന്റെ എതിരാണ് ആഷിമിന്റെ പെണ്ണ് ഫുള്ള് ചിക്കുവിന്റെ അവിടെ എതിരാ ഫുള്ള് എതിരാണ് കാലും മുറിക്കല്ല അതിന്റെ ഇന്നൊരു ആംബുലൻസ് ഇപ്പൊ തന്നെ വിളിച്ചേക്കണോ അല്ലെങ്കിൽ നടക്കൂല അപ്പൊ ഞങ്ങള് ഇറങ്ങട്ടെ ഗൈസ് ഞങ്ങളൊരു ഗോൾ അടിച്ച ആഷിംക അടിപൊളിയാണ് കളി വൈബ് ഫ്രണ്ട്സ് ഒരു പെനാൽറ്റി ആയിരുന്നു അതിൽ ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ് ഞങ്ങൾ വീണ്ടും ഗോൾ അടിച്ചിരിക്കുകയാണ് ഒന്നും പറയല്ല ഭയങ്കര സന്തോഷം അടിപൊളി കളിയാണ് പരിക്ക് പറ്റി കയ്യുമ്മ ഞാൻ അടിച്ച ബോള് കയ്യുമ്മ തട്ടി വിരലൊടിഞ്ഞ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ സീനാണ് ടെൻഷനായി നമുക്ക് 4-3 അയ്യോ നമ്മുടെ സാഹസിക പ്ലെയർ ഗേൾസിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന സുർമി സംഭവം ഞങ്ങൾ വേറെ ഗ്രൂപ്പാണെങ്കിലും സുർമി നന്നായി കളിക്കുന്നുണ്ട് പിന്നെ ഷെറി എന്താക്കുന്നുള്ള അറിയില്ല ഏട്ടന്റെയും മനിയന്റെയും ഭാര്യ ഞങ്ങളെ സുണ്ടാപ്പി ഇതാ ഈ പാതിരാത്രിയിലും കളി കാണാൻ ഇരിക്കുകയാണ് സുണ്ടാപ്പിയേ പാവാണ് ബാബി ഇതാ ഇക്കാക്ക് ഫോൺ ചെയ്ത് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നു കാ ഹായ് എനിക്ക് ഹായ് കാ സരമോള് എല്ലാരും ഉണ്ട് മക്കളിത് സൈഡിൽ ഓടി കളിക്കും ഹായ് ആട്ടെ ഞങ്ങൾ 8 ഗോളും ഓപ്പോസിറ്റ് ടീം ഫിറോന്റെ ഒക്കെ ടീം 4 ഗോളുമാണ് അടിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ടീമിൽ ഗേൾസ് വല്ലാതെ ഞാനും ചെറിയ ഉള്ളൂ ഞങ്ങൾ എല്ലാ ദേഹാനങ്ങളൊന്നുമില്ല തട്ടിമുട്ടി നിൽക്കുകയാണ് പക്ഷെ ഞങ്ങളെ ബോയ്സ് പൊളിയാണ് ആഷിംക പാച്ചു മൂബിയൊക്കെ പൊള്ളിയാണ് ഒന്നും പറയാനില്ല അവിടെ ഗേൾസ് സുർമി ഹിബ അവരൊക്കെ കളിക്കുന്നുണ്ട് ഭൗമി ഫബിയൊക്കെ പക്ഷെ ഞങ്ങൾ കളിക്കാതെ തന്നെ തട്ടിമുട്ടി നിന്ന് ജയിക്കുന്നു പോയി കുഴപ്പമില്ല ചെങ്കാരി പരിക്ക് ഫുട്ബോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാ കളിച്ചോ കുഴപ്പമില്ല
ഒരു മൂക്ക് പോയി അവിടെ ഒരാള്